ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴെന്ന് വെച്ചാൽ ഇന്ന് ഞാനൊരു ഒരു ചെറിയൊരു കാര്യം പറയാൻ വന്നത്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഗൾഫിൽ വന്നിട്ട് മനസ്സ് ഒരുപാട് വിഷമിച്ച ഒരു സംഭവം. മനസ്സിൽ ഒരുപാടെന്ന് വെച്ചാൽ അന്ന് ഫുൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. നിങ്ങൾക്കത് ചെറിയ പ്രശ്നമായിട്ട് തോന്നും, അതെൻ്റെ കുറ്റമല്ല. എന്നാലും ഞാൻ പറയാം. ഗൾഫിൽ ആദ്യമായിട്ട് വരുമ്പോൾ നമുക്കുള്ള അനുഭവങ്ങൾ. ഞാൻ കുവൈറ്റ് വീട്ടിലാണ് ഫസ്റ്റ് ടൈമിൽ വന്ന് നിന്നത്. അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് പരിചയമില്ലല്ലോ. അപ്പോൾ അവിടുത്തെ വേറെ പണിക്കാരികളായിരുന്നു കടയിൽ പോയി സാധനം മേടിക്കും. നമ്മുടെ അടുത്ത് തന്നെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. പിന്നെ അവർ നാട്ടിൽ പോയപ്പോൾ ആ ജോലി എനിക്കായി. ഞാനിങ്ങനെ പോവും. അപ്പോൾ ഹൗസ് മെയ്ഡിൻ്റെ ഡ്രസ്സ് തന്നെ നമ്മൾ ഇടുന്നതും. ഇങ്ങനെ കടയിൽ അടുത്താണ്, കുറച്ചൊരു 10 മിനിറ്റ് നടന്നാൽ മതി. അപ്പോൾ അവിടെ പോകുന്ന റോഡ് സൈഡിൽ കുബൂസ് ഉണ്ടാകുന്നു. ഇറാനി കുബൂസ് എന്ന് വെച്ചാൽ ഇവിടുത്തെ ഫേമസ് ഒരു സാധനം. ഭയങ്കര വലിയ ഒരെണ്ണമായിരിക്കും. അത് ഗോതമ്പ് മാവ് കണ്ട് വെച്ചുണ്ടാകുന്നത്. അതിങ്ങനെ അടുപ്പിൽ ചുട്ടെടുക്കുന്നതാണ്. അത് മേടിച്ച് കുറേ ഈ റോഡൊക്കെ തൂക്കുന്നവരുണ്ട്, കച്ചറ തൂക്കുന്നവർ. അപ്പോൾ അവരതിങ്ങനെ മേടിച്ചിട്ട് ഒരു ചായ മേടിക്കുക. അതിന് 50 പിൽസ് എങ്ങാണ്ട, 10 പിൽസ് എങ്ങാണ്ട. അപ്പോൾ അത് മേടിച്ചിട്ട് ഒരു ചായ മേടിക്കുക. ഈ ചായക്കകത്ത് അത് കുറച്ച് മുക്കി അവർ കഴിക്കും. അപ്പം ഞാൻ വിചാരിക്കും ഇവർക്കൊരു കറി വാങ്ങിച്ച് കഴിയും, ഇതെങ്ങനെ അത് ഇച്ചിരി കഴിക്കാൻ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് മാത്രം തണുത്താൽ ഭയങ്കര പാടാണ്, ചൂടോടെ പിന്നെ ഇച്ചിരി പറ്റും. ഇന്ന് കറിയില്ലാതെ കഴിക്കാൻ ഭയങ്കര പാടാണ്. കറിയാണെങ്കിലും തോനെയും കറി വേണം അത് കഴിക്കാൻ. ഇച്ചിരി കറി പോരാ. പരിപ്പ് കറി അങ്ങനെയുള്ള കറികളൊക്കെയാണ്. അപ്പം ഇവർ കടയിൽ നിന്ന് ഈ പൈസയ്ക്ക് ഇത് മേടിക്കുന്നു. കുറേ പേരിങ്ങനെ തറയിലിരിക്കും. അവരൊരു പേപ്പർ പോലും കാണത്തില്ല. അങ്ങനെ തറയെന്ന് വെച്ചാൽ മണ്ണ് തറയല്ല, അല്ലാത്ത കട്ട പോലുള്ള റോഡിൻ്റെ അടുത്ത്. ഇപ്പോൾ ഇവിടെയൊക്കെ റോഡിൻ്റെ അടുത്ത് സ്ഥലം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ കോൺക്രീറ്റും കട്ടയൊക്കെ വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അവിടെ അത് സൂപ്പർ മാർക്കറ്റിൻ്റെ പുറകുവശമല്ലേ. അപ്പോൾ അവിടെ എങ്ങനെ ഇരിക്കും. അപ്പോൾ എനിക്ക് അന്നേരം മനസ്സിൽ ഡൗട്ട്, ഇവർക്കൊരു കറി വാങ്ങിച്ച് കഴിക്കാം. ഞാൻ അങ്ങനെ വന്നിട്ട് നമ്മുടെ വീട്ടിൽ ഗോവക്കാരികളാണ് പണിക്കാർ, അവരുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അവർക്കൊക്കെ ശമ്പളം ചെറിയ പൈസയാണ്. അത് അവരിങ്ങനെ ഫുഡും കൂടെ കഴിച്ചിട്ട് നാട്ടിൽ അയക്കാൻ ഉണ്ടാവില്ല. ചെറിയ പൈസ, നമ്മുടെ പകുതി പൈസ പോലും അവർക്ക് ചിലപ്പം കിട്ടത്തില്ല. കമ്പനിയിൽ നിന്ന് മലയാളികളല്ല, ആന്ധ്രാക്കാർ, ശ്രീലങ്കക്കാർ, ബംഗാളികൾ, അവരൊക്കെയാണ്. അപ്പം എനിക്കത് കേട്ടപ്പോൾ എന്തോ ഒരു സങ്കടമായിട്ടോ. അപ്പം നമ്മൾക്ക് മക്കളുണ്ടെങ്കിൽ മക്കളെ അത്രയുള്ള 10-21 വയസ്സുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. പിന്നെ നല്ല പ്രായമുള്ളവരുണ്ടാവും, അതൊക്കെ ചെറുപ്പക്കാർ. പക്ഷെ അതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തോ വിഷമമാവും കേട്ടോ. നമ്മുടെ വീട്ടിൽ നമ്മളെ മക്കളെ നമ്മളിങ്ങനെ കൊണ്ടുവന്ന് ജോലി ചെയ്യിപ്പിക്കും. അത് ഈ പണി കച്ചറ പറക്കുന്ന റോഡിൽ നല്ല ചൂട് സമയത്ത് കാണത്തില്ല. പക്ഷെ 10 മണി വരെ ഇവരൊക്കെ തൂക്കും. വെളുപ്പിലേ ഇവർ തൂക്കുന്നതാണ്. തണുപ്പൊക്കെ വെളുപ്പിലേ തൂക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനപ്പോൾ വെളുപ്പിൽ ജോലിക്ക് പോകുമ്പോൾ അവർ തൂക്കുന്നതാണ്. എന്നിട്ട് കച്ചറയൊക്കെ ആൾക്കാർ കളയുമല്ലോ. കളയുന്നതെല്ലാം പറക്കി വേസ്റ്റിനകത്തിടണം. ഒരു പക്ഷേ വേസ്റ്റ് നമ്മൾ കൊണ്ടുപോകാൻ പൂച്ചയൊക്കെ അത് പറക്കി അതിനകത്ത് മീനിൻ്റെ കഷ്ണം ഉണ്ടെങ്കിൽ കഴിക്കാൻ എടുക്കുമല്ലോ. അപ്പോൾ ആ വേസ്റ്റെല്ലാം പുറത്ത് വീണിടക്കും. അപ്പോൾ നമ്മൾ പീരീഡ്സ് ഒക്കെ ആവത്തില്ലേ, നമ്മുടെ നാട്ടിലാണെങ്കിൽ അത് നമ്മൾ ബാത്റൂമിൽ ഇടത്തില്ലേ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ വേസ്റ്റിനകത്ത് തന്നെ കെട്ടിക്കൊണ്ട് കളയുക. അതൊക്കെ പൂച്ച തുറന്നിട്ട് തറയിലിടുക. ഇവർ അന്നേരം അതൊക്കെ കൈകൊണ്ട് ഗ്ലൗസ് ഇട്ടിട്ടുണ്ടെങ്കിൽ കൈകൊണ്ടെടുത്ത് അതിലിടുക. അതൊക്കെ കണ്ടപ്പോൾ മനസ്സിലെന്തോ ഒരു നമ്മളാണെങ്കിൽ നമ്മുടെ മക്കളെ അങ്ങനെ കൊണ്ടുവരത്തില്ല, ആ കഷ്ടപ്പെടുത്താനല്ലേ. പിന്നെ ഞാൻ സാരസിനം കാണും, നമുക്ക് കൊടുക്കാനൊന്നും ഇല്ലല്ലോ. പിന്നെ ഞാൻ കടയിൽ പോകുമ്പോൾ ചില്ലറ പൈസ 10 ഫിൽസ് ഉണ്ടല്ലോ, അത് കുറേ ഉണ്ടാവും. കുവൈറ്റി അത് മേടിക്കത്തില്ല, എൻ്റെ വെച്ചേക്ക്. അപ്പം ഞാൻ ഒരു ദിവസം അത് ഇത്രയുണ്ടായിരുന്നു, അത് കൊണ്ടുപോയപ്പോൾ ഞാൻ നോക്കി. ചെറുപ്പക്കാർക്കൊന്നും കൊടുത്തില്ല കേട്ടോ. ഒരു ചെറിയ പയ്യന്, ഒരു വയസ്സായ ചെറിയ പയ്യനെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മോനെ ഓർമ്മ വന്ന്. നിങ്ങളന്നേരം തെറ്റിദ്ധരിക്കണ്ട. അപ്പം ഞാൻ ആ കൊച്ചിന് കൊടുത്ത്, ആ കിളവനും കൊടുത്ത്, പ്രായമുള്ള അച്ഛനും. അപ്പോൾ ഭയങ്കര അവരുടെ മുഖത്തൊരു സന്തോഷം വരും കേട്ടോ. നമ്മൾ സാധാരണ നമ്മൾ ഹൗസ് മെയ്ഡാണ്, നമ്മളൊരു പൈസ കൊടുക്കുമ്പോൾ അവരെന്തെല്ലാം ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ. നല്ലൊരു ചിരിക്കും, ഭയങ്കര സങ്കടം വരും. അത് നല്ല മനസ്സറിഞ്ഞ് അവർ ചിരിക്കുന്നത്. എന്നിട്ടൊരു താങ്ക്സ്, ഒരു അറബിയിൽ ശുക്രൻ പറയും. എന്നിട്ട് എപ്പോൾ നമ്മളെ കണ്ടാലും ഒരു സലാം വയ്ക്കും. എന്തോ ഒരു സന്തോഷമാണെന്നറിയാം. അവരുടെ ആ ഒരു 10 ഫിൽസ് കൊടുത്താൽ അവർക്കൊരു സന്തോഷമുണ്ട്.
10 പിൽസ് കൊടുത്താൽ അത് മേടിക്കാം. അതുകൊണ്ട് നമുക്ക് എല്ലാവരും ഇവിടെ ഗൾഫ് രാജ്യത്ത് എവിടെ ഉള്ളവരെ ഇങ്ങനെയുള്ളവരെ കാണുമ്പോൾ ഒരു ജ്യൂസോ ഒരു 100 പിൽസോ അവർക്ക് കൊടുക്കണം കേട്ടോ. പടച്ചോ നമുക്ക് തരും. അതിന് അവർക്ക് കൊടുക്കണം. ആർക്ക് കൊടുത്തില്ലല്ലോ അവർക്ക് കൊടുക്കണം. എന്ന് വെച്ചാൽ നമ്മൾ എന്ത് തറയിലിട്ടാലും അവരാണ് അടുത്തെടുത്ത് വേസ്റ്റ് ബക്കറ്റ് ഇടുന്നത്. അവർക്ക് ചെറിയ ശമ്പളം, നമുക്ക് അവർക്ക് കൊടുത്ത പുണ്യം മാത്രമേ കിട്ടൂ. അപ്പോൾ എല്ലാവരും അങ്ങനെയുള്ളവരെ സഹായിക്കണം കേട്ടോ. എനിക്ക് വാരിക്കോരി കൊടുക്കാൻ എനിക്ക് ഒന്നുമില്ല. എനിക്ക് സാമ്പത്തികമായിട്ട് ഞാൻ ഒരുപാട് താഴ്ന്നിട്ടാണ്. എന്നാലും ഞാൻ പറയാണ്, ഇതൊരു എന്താ പറയുക, ഇതൊരു എന്നെ കളിയാക്കി ആരും ഇതിന് കമൻ്റ് ഇടല്ല കേട്ടോ. മനസ്സിൽ തൊട്ട് വിഷമം തോന്നിയൊരു കാര്യം ഗൾഫിൽ വന്നപ്പോൾ ഇത് കണ്ടതാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെയുള്ളവരെ സഹായിച്ച് സപ്പോർട്ട് ചെയ്യണം. അവർക്കൊരു സഹായം, ഒരു 100 പിൽസ് കൊടുത്ത് അവർക്ക് അന്നത്തെ അവരുടെ ജീവിതം ആ 100 പിൽസിൽ. ഇപ്പം 100 പിൽസിനാ ചായ. അപ്പോൾ ഒരു 150 പിൽസെങ്കിലും നിങ്ങൾ കൊടുക്കണം അവരെ കാണുമ്പോൾ കേട്ടോ. നല്ലതേ വരുത്തുള്ളൂ നിങ്ങൾക്ക്. ഓക്കെ.